ഈ ഒറ്റ കഥ മതി രാവണൻ മഹാഭാസനും വിടനും സ്ത്രീലമ്പടനും. ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ടുണ്ട്. 10 തലയുള്ള രാവണനെ വരച്ചു വെച്ചിട്ട് സീതാദേവിയെ ഇത്രയും കാലം ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെ അപ്പൊ സ്വന്തം മകളായി കാണേണ്ട രംഭയോട് ഇത്രയും അതിക്രമം കാണിച്ച രാവണനാണ് ഇവരുടെ ഹീറോ. അപ്പോഴത്തേക്ക് മുകളിൽ കൂടെ ഒരു വിമാനം പോകും. വിമാനം പോകുന്നത് കാണാനിടയായി. അപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീർ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്തിനാണ് അമ്മ കരയുന്നത്? അപ്പോൾ ആ ഒരു മാദക ഗന്ധം ഈ രാവണനെ അവിടുത്തെ ആ ഒരു ഘടാത് ആകർഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സൗന്ദര്യധാമമായിരിക്കുന്ന രംഭ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്നു. ഹേ സുന്ദരി, നീ ആരാണ്? ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലപ്പോ താമസിപ്പിച്ചിരുന്ന ധാരാളം കന്യകമാരുണ്ടായിരുന്നു. സ്വർലോകത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന അപ്സരസുകൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ ശാപകഥ കേട്ട് അത്യന്തം ആഹ്ലാദിച്ചു. രാവണനെ ആരാധിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഇത്രയും ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 11 മാസത്തോളം അല്ലെങ്കിൽ 11 മാസത്തിലധികം സീതാദേവിയെ തന്റെ രാജധാനിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് രാവണൻ. എന്നാൽ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പർശം കൊണ്ടോ സീതാദേവിയെ രാവണൻ ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം ഭാര്യയെ വിശ്വസിക്കാതിരുന്ന അല്ലെങ്കിൽ പരിത്യജിച്ച ശ്രീരാമനേക്കാൾ ശ്രേഷ്ഠനാണ് ഇത്രയും ഇഷ്ടം തോന്നിയ ഒരു സ്ത്രീയോട് ഒരു രീതിയിലും അവരെ ബുദ്ധിമുട്ടിക്കാതെ സൂക്ഷ്മമായി സൂക്ഷിച്ച രാവണൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാവണൻ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പറ്റം മനുഷ്യർ ഇന്ന് നമുക്ക് സമൂഹ മാധ്യമത്തിൽ കാണാൻ സാധിക്കും. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് സഹതാപമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവർ രാമായണം വായിച്ചിട്ടില്ല. ഇപ്പൊ ഈ 11 മാസവും 9 ദിവസവും രാവണന്റെ രാജധാനിയിൽ ജീവിച്ച സീതയെ രാമൻ ഒരു നോക്കുപോലും നോക്കിയില്ല. അത് മാത്രമല്ല, ഞാൻ ചില മുദ്രാവാക്യങ്ങൾ ചിലയിടത്ത് എഴുതി വെച്ചിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ടുണ്ട്. 10 തലയുള്ള രാവണനെ വരച്ചു വെച്ചിട്ട് സീതാദേവിയെ ഇത്രയും കാലം ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെ കൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്ന, സമ്മതമില്ലാതെ സ്പർശിക്കുക പോലും ചെയ്യാതെ കൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്ന രാവണനാണ് എന്റെ ഹീറോ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് രാമായണം അറിയില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് അവരോട് സഹതപിക്കാനേ പറ്റുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ രാവണന്റെ ഒരു പൂർവ്വചരിത്രമുണ്ട്. ആ പൂർവ്വചരിത്രത്തില് രാമൻ ഇങ്ങനെ ഈ വിജയശ്രീ ലാളിതനായി നമ്മുടെ ഈ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ തപസ്സൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ നേടുന്നു, ഏതാണ് ലങ്ക നേടുന്നു. നമ്മുടെ ഇദ്ദേഹത്തിനെ വൈശ്രവണനെ അവിടുന്ന് ഓടിക്കുന്നു, പുഷ്പക വിമാനം അവിടുന്ന് അടിച്ചു മാറ്റുന്നു. എല്ലാ അക്രമകൃത്യങ്ങളും ചെയ്യുകയാണ് രാവണൻ. എന്നിട്ട് രാവണൻ അവിടെ പോവാണ്. രാവണൻ നേരെ ഇദ്ദേഹത്തിനെ അളകാപുരിയിലും പോവുകയാണ്. കാർത്തവീര്യാർജുനന്റെ അടുത്ത് പോയി പരാജയപ്പെട്ടു. രാവണനെ വലിയ വിജയിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പലരോടും വിജയിച്ചിട്ടുണ്ട്. കാർത്തവീര്യാർജുനന്റെ അടുത്ത് തോറ്റു തുന്നം പാടി. അതുപോലെ ഭാര്യയുടെ അടുത്ത് പരാജയപ്പെട്ട് ഭാര്യയുമായിട്ട് സഖ്യം ചെയ്തു. ഇങ്ങനെ ചെയ്യേണ്ടടുത്തൊക്കെ ഈ രാഷ്ട്രീയക്കാരന്മാരുടെ ഒരു സ്വഭാവം രാവണനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടടുത്ത് എന്ത് ചെയ്യും? പോയി സഖ്യം ചെയ്യും. ദശരഥനും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദശരഥനും തന്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് വൈശ്രവണൻ. വൈശ്രവണനെ തോൽപ്പിക്കാൻ കാരണം, അത് കുബേരനെ തോൽപ്പിക്കാൻ കാരണം, ഇദ്ദേഹം ഒരിക്കലും ഈ അമ്മയുടെ മടിയിൽ, കൈകസിയുടെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴത്തേക്ക് മുകളിൽ കൂടെ ഒരു വിമാനം പോകും. വിമാനം പോകുന്നത് കാണാനിടയായി. അപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്തിനാണ് അമ്മ കരയുന്നത്? ആ പോകുന്നത് നിന്റെ സഹോദരനാണ്. നീ ഇവിടെ കാട്ടിൽ ഇങ്ങനെ കിടക്കുന്നു. നിന്റെ സഹോദരൻ വലിയ വിമാനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അത് എങ്ങോട്ടാണ് പോകുന്നത്? ലങ്കയിലേക്ക് പോകണം. അവന്റെ രാജധാനി അവിടെയാണ്. അപ്പൊ അന്നാണ് രാവണൻ തീരുമാനമെടുക്കുന്നത്. എന്താണ്? തപസ് ചെയ്താൽ എല്ലാം നേടാൻ സാധിക്കും. അപ്പൊ തപസ് ചെയ്യാനുള്ള കാരണം തന്നെ ഈ സംഭവമാണ്. അപ്പോൾ ഇദ്ദേഹം എല്ലാം നേടി തപസ് കൊണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിനെ വൈശ്രവണനെ അവിടെ നിന്ന് ഓടിച്ചു. അനിയനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അല്ലെങ്കിൽ കുബേരൻ യുദ്ധം ചെയ്യുമായിരുന്നു. അദ്ദേഹം നേരെ കൈലാസത്തിന് സമീപത്ത് പോയി അളകാപുരി അദ്ദേഹത്തിന്റെ കൊട്ടാരം പണിത് അവിടെ യക്ഷന്മാരുടെയും കിന്നരന്മാരുടെയും ഒക്കെ നേതാവായിട്ട് അങ്ങനെ താമസിക്കുന്ന കാലമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട്, നളകൂബരൻ. നളകുബേരൻ എന്നും പറയും, ചിലർ നളകൂബരൻ എന്നും പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയാവാൻ പോവുകയാണ് രംഭ. രംഭ എന്ന് പറയുന്ന അപ്സരസ്. അപ്പൊ രംഭ പോകുന്ന അതിനെ വർണ്ണിക്കും. അവിടെ എന്താണ്, ഈ കൈലാസത്തിന്റെ സമീപത്തുള്ള ആ പ്രദേശത്തെക്കുറിച്ച് ഒരു വർണ്ണനയുണ്ട്. നല്ല നിലാവുള്ള രാത്രി, നല്ല പട്ടുടയാടകളൊക്കെ ചാർത്തി
വളരെ മനോഹരിയായിട്ട് നല്ല ഇത് സുന്ദരിയായിട്ട് ഇങ്ങനെ വേഷവിധാനങ്ങളൊക്കെ ചെയ്ത്, അപ്പൊ കാടിന്റെ ഒരു വർണ്ണനയും കൂടെ ഉണ്ട്. അപ്പോഴത്തെ രാത്രിയുള്ള ആ സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ ഗന്ധവും പാച്ചോറ്റിയും കർണികാരവും പൂത്ത് ചിന്നിച്ചിതറി പൂമ്പൊടി ചിന്നിച്ചിതറി നിൽക്കുന്ന ആ ഒരു കാലാവസ്ഥയിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് അവിടെ എത്തും. അപ്പോൾ ആ ഒരു മാദക ഗന്ധം ഈ രാവണനെ അങ്ങ് അവിടുത്തെ ആ ഒരു ഘടാത് ആകർഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സൗന്ദര്യധാമമായിരിക്കുന്ന രംഭ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ മുൻപിൽ കൂടെ നടന്നു പോകുന്നത്. ഹേ സുന്ദരി, നീ ആരാണ്? നീ എവിടേക്ക് പോകുന്നു? ആരുടെ ശരീരത്തിലാണ് നിന്റെ ശരീരം ഇന്ന് എന്താണ് ശയിക്കാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം പറയും, ഞാൻ അങ്ങയുടെ സുനുഷയാണ്. സുനുഷ എന്ന് പറഞ്ഞാലും മരുമകൾ എന്നാണ് അർത്ഥം. അപ്പം ചേട്ടന്റെ മകന്റെ ഭാര്യയാണ് ആര്? രംഭ. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഈ ത്രിലോകങ്ങളെയും വെന്ന ഒരാളാണ്. നീ എന്നോടൊപ്പം ശയിക്കുക, നീ എൻ്റെ കൂടെ വരിക എന്ന് പറയുന്നു. രംഭയോട് പറയുകയാണ്. അപ്പൊ സ്വന്തം മകളായി കാണേണ്ട രംഭയോട് ഇത്രയും അതിക്രമം കാണിച്ച രാവണനാണ് ഇവരുടെ ഹീറോ. അവർക്ക് ഈ കഥ അറിയില്ല. അപ്പൊ ഈ രംഭ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിനോട് അപേക്ഷിച്ചു കാലിൽ വീണ് തൊഴുതു പറയണം, അങ്ങ് എൻ്റെ പിതാവിന് തുല്യനാണ്, അങ്ങ് എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുക പോലും ആവരുത്, ഒരു നോട്ടം കൊണ്ട് പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു ഈ രാവണൻ? ഈ ദുഷ്ട രാവണൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാറപ്പുറത്ത്, അതാണ് ഒരു ശിലാഖണ്ഡ, അതിൻ്റെ പാറപ്പുറത്ത് ഈ രംഭയെ ബലാത്കാരം ചെയ്യുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ എല്ലാ ഈ സൗന്ദര്യത്തിൻ്റെ എല്ലാം അസ്തമിച്ച് ശരീരമെല്ലാം വാടി തകർന്ന് തളർന്ന് രംഭ നേരെ നളകൂപരൻ്റെ കാലിൽ പോയി വീഴുകയാണ്. എന്നിട്ട് പറയണം, ഞാൻ രാവണൻ എന്നെ ഇതുപോലെ ആക്കിയിരിക്കുന്നു. അപ്പം എന്ത് ചെയ്യും? സാധാരണ ഈ നളകൂപരൻ ശപിക്കാനുള്ള നല്ല ശക്തിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അഗ്നിജ്വാല പുറത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ സ്പർശിക്കുകയോ നോക്കുകയോ ചെയ്താൽ നിന്റെ തല 7 ആയിട്ട്, അതാണ് പറഞ്ഞത്, 7 ആയിട്ട് പൊട്ടിത്തെറിക്കും എന്നുള്ള ശാപം അവിടെ കിടക്കുകയാണ്. അതിനോടുള്ള പേടിയാണ്, അല്ലാതെ സീതയോടൊത്തൊരു ബഹുമാനമില്ല. ഇനി വേദവതിയുടെ വേറെയും കഥയുണ്ട്. വേദവതിയുടെ ഒരു കഥ കൂടെ ഉണ്ട്, അത് പറയേണ്ട നമുക്ക്. ഈ ഒറ്റ കഥ മതി. രാവണൻ മഹാഭാസനും വിടനും സ്ത്രീലമ്പടനും. ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലപ്പോ താമസിപ്പിച്ചിരുന്ന ധാരാളം കന്യകമാരുണ്ടായിരുന്നു. സ്വർലോകത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന അപ്സരസുകൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ ശാപകഥ കേട്ട് അത്യന്തം ആഹ്ലാദിച്ചു എന്നാണ് രാമായണം പറയുന്നതാണ്. അത്യന്തം ആഹ്ലാദിച്ചു. ഇത് ദേവന്മാർക്കൊക്കെ സന്തോഷമായി. അപ്പൊ രാവണന്റെ എന്താണ് സ്ത്രീകളോടുള്ള താല്പര്യം അതോടുകൂടി തീർന്നു. അതുകൊണ്ട് സീതാദേവിയെ കട്ടോണ്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു നോട്ടം പോലും സീതാദേവിയിൽ കാമാർത്ഥനായിട്ട് നോക്കാൻ പറ്റില്ല. അദ്ദേഹം എന്താണ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. പിടിച്ചുകൊണ്ട് പോയിട്ട് ശിംശഭാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട് സീതാദേവിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. അഴുകിയ രാവണനായിട്ട് വരുന്നു. ഏറ്റവും അവസാനം ശ്രീരാമന്റെ ശിരസ് കൊണ്ട് മുമ്പ് വെച്ചിട്ട് പറയാണ്, ശിരസ് അത് മുമ്പ് കൊണ്ടുവച്ചിട്ട് പറയാണ്, എന്താണ്, ഇതാ നിന്റെ രാമൻ പോയി, ഇനി നിനക്ക് ഞാനേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും സീതാദേവി ഒന്ന് പേടിച്ചു. പക്ഷെ മനസ്സിലായി, ഇവൻ മായാവിയാണല്ലോ, ഇവനെന്ത് മായാവിദ്യയും കാണിക്കും. അപ്പൊ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും സീതാദേവി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തന്റെ കാറുകൂന്തിലെടുത്ത് മുൻഭാഗത്ത് ഇങ്ങനെ ഇടും. രാവണൻ വരുന്നു എന്നറിയുമ്പോൾ തന്റെ നഖം പോലും രാവണൻ കാണരുത്. ഈ കാർകൂന്തൽ മാത്രം എടുത്ത് മുന്നിലേക്ക് ഇടും. എന്നിട്ട് കുത്തിയിരിക്കുകയാണ്, കാല് മടക്കി കുത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്താണ്, ഈ ശരീരം ആകമാനം ഈ മുടി കൊണ്ട് മറച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു പുൽക്കൊടി എടുത്ത് മുമ്പിൽ വയ്ക്കും. ഈ പുൽക്കൊടിയോടാണ് സംസാരിക്കുക, രാവണന്റെ മുഖത്ത് നോക്കിയല്ല. ഈ പുൽക്കൊടിയോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എന്തോ എന്നാലോചിച്ചു പോകുന്നത്. രാവണ, നീ വെറും പുല്ലാണ്, എൻ്റെ രാമന്റെ മുമ്പിൽ നീ പുല്ലിന് സമമാണ് എന്ന് പറഞ്ഞിട്ടാണ് അത്രയും സംസാരിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ ആധുനിക യുവത്വത്തിന്റെ ഈ വിപ്ലവ തീഷ്ണത കൊണ്ട് ഈ ചില ആൾക്കാർ ഇവിടെയൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പടച്ചു വിടുന്ന എന്താണ് വിവരക്കേടിനെ എഴുന്നള്ളിച്ചുകൊണ്ട് ഫ്ലക്സുകൾ അടിച്ചിങ്ങനെ റോഡ് വക്കിൽ വെച്ചിരിക്കുകയാണ്, രാവണനാണ് എൻ്റെ ഹീറോ. അപ്പൊ അവന്റെ സഹോദരിയും അവന്റെ അമ്മയും അവന്റെ മകളും അവന്റെ ഭാര്യയും ഒക്കെ ഈ രാവണനെ ഇഷ്ടപ്പെടുമോ എന്ന് വീട്ടിൽ പോയി ചോദിച്ചിട്ട് വേണം തീർച്ചയായിട്ടും ഈ ഫ്ലക്സ് വയ്ക്കേണ്ട. അതിന് സംശയമില്ല.